Hi students, നമുക്കിന്ന് 10th സ്റ്റാൻഡേർഡ് NCERT മാത്സിന്റെ 8th ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എന്തുവാണ് ക്വസ്റ്റ്യൻ? If sin A is equal to 3/4, calculate cos A and tan A. ഓക്കെ, സോ ഇതിനകത്തും ഫിഗർ തന്നിട്ടില്ല. സോ ഫിഗർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം അല്ലേ? നമുക്ക് ട്രയാങ്കിൾ ജസ്റ്റ് വരച്ച് വെച്ചേക്കാം. ഞാനപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ വരയ്ക്കുക കേട്ടോ. പിന്നെ ട്രയാങ്കിൾസൊക്കെ റഫ് ആയിരിക്കും ചില ക്വസ്റ്റിനകത്ത് അത് എന്നാലും നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും വരച്ച് വെച്ചേക്കാം കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ആൻസർ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? സൈൻ എ എന്ന് പറയുന്നത് 3/4. കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാടാ? കോസ് എയും പിന്നെ ടാൻ എയും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ചോ, എന്താ ചെയ്യും? എനി ഐഡിയ? ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. സൈൻ എയുടെ റേഷ്യോ ആലോചിച്ചേ. എന്തുവായിരുന്നു സൈൻ എ എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സംഭവം എഴുതി വെക്കുക. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഈ ഫിഗറിനകത്ത് ഞാൻ പേരിടാൻ പോവാം. എ ആണ്. സോ എ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എ ആയിട്ടൊരു ആംഗിൾ എടുക്കുവാണ്. ബി ആയിരിക്കും ചിലപ്പം ഇതായിട്ട് വരുന്നത്. കാരണം എന്താ, നമ്മളിവിടെ എ എന്നൊരു ആംഗിൾ വന്നേക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് എ എന്തായിട്ട് എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. റൈറ്റ് ആംഗിളായിട്ട് എ എടുക്കാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ എ ഏതെങ്കിലും ഒരു കോർണറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഇപ്പോൾ സി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ നോക്കിക്കടാ, ഹൈപ്പോട്ടന്യൂസ് വരുന്നത് 4 ആണ്. അപ്പം ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ കൂടുതലായിട്ട് അതിനകത്ത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഞാൻ 4 എന്ന് എഴുതിയെന്ന് വെച്ചോ, ഒരു കെയും കൂടി ഇട്ട് കൊടുക്കുക. ഈ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എന്തോ ഒരു നമ്പറും കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ എഴുതുന്നില്ല. ജസ്റ്റ് കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എക്സ് ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് വന്നേക്കുന്നത്, ഏടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? ഇതല്ലേ ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്പോസിറ്റിലേക്ക് ഞാൻ എന്തിട്ട് കൊടുക്കുവാണ്? 3 ഇട്ട് കൊടുക്കുവാണ്. അവിടെ ഞാൻ ജസ്റ്റ് കെ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കണം. ഓക്കെ, കാരണം അങ്ങനെ ഒരു വേരിയബിൾ അതിനകത്ത് വരുന്നത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ഒരു സൈൻ എയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിന് വലിയ കാര്യമൊന്നുമില്ല. കെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ കെ എന്ന് ആലോചിച്ച് വെച്ചേക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തരാത്തൊരു വാല്യൂ ഉണ്ടല്ലോ. എന്തുവാ? അഡ്ജസൻറ്റ് തന്നിട്ടില്ല. അഡ്ജസൻറ്റ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയായിരുന്നു? നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ പൈതഗോറസ് തിയറം. ഓക്കെ ആണോ? നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ആദ്യം. പൈതഗോറസ് തിയറം എങ്ങനെയാടാ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ബേസ് തന്നെയാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ ചെയ്തായിരുന്നു. ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? സോ ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ എത്രയാടാ? 4 ആണ്. സോ 4 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാ? 3 സ്ക്വയർ അല്ലേ? സോ 4 സ്ക്വയർ എത്രയാ? 16. 3 സ്ക്വയർ എത്രയാ? 9. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 7 കിട്ടി. അപ്പോൾ ബി സ്ക്വയർ ആണ് 7. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് √7 നമുക്ക് ആൻസർ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഒക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ബി എന്ന് പറയുന്നത് എന്തായിട്ട് തന്നെ എടുത്തു? √7 ആയിട്ട് തന്നെ എടുത്തു. ഇനി ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കെ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുകയാണ്. ഇവിടെ ഒരു കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഹോൾ സ്ക്വയർ ആക്കുക. ഇവിടെയും കെ ഇട്ട് കൊടുക്കുക, ഹോൾ സ്ക്വയർ ആക്കുക. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കെ വരും, സ്ക്വയർ വരും. ഇവിടെ ഒരു കെ വരും, സ്ക്വയർ വരും. ഇവിടെ ഒരു കെ വരും, സ്ക്വയർ വരും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ജസ്റ്റ് കെ ആയിട്ട് മാത്രം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ആ കെ എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നായി. ഇപ്പം അത് ഇങ്ങനത്തെ ക്വസ്റ്റനിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നാണ്. കൊടുത്തില്ലെങ്കിലും ആൻസർ സെയിം ആയിരിക്കും. പക്ഷേ കൊടുത്ത് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കോൺസെപ്റ്റ് നോളജ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ബേസ് എന്ന് പറയുന്നത് നമുക്ക് √7 കിട്ടി. അപ്പം നമുക്ക് ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്താലോ? √7 കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോസിന്റെ വാല്യൂ നമുക്കറിയാമല്ലോ. കോസ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു നമ്മൾ പറഞ്ഞേ? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇട്ട് കൊടുക്കാം. അഡ്ജസൻറ്റ് എന്ന് പറയാൻ നേരത്തെ എന്തുവാടാ?
നമുക്ക് എ തന്നെയാണ് മാറ്റമില്ല. അപ്പം എയുടെ അഡ്ജസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ബി അല്ലേ? എ ബി ബൈ ഹൈപ്പോട്ടൻയൂസ് എത്രയാ എ സി. അപ്പം നോക്കിയേ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √7 ബൈ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. എ സി എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ആ കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കട്ടായി നമുക്ക് ഇത് മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടിയത് സെറ്റ് അല്ലേ? സെക്കൻഡ് ആൻസർ എന്തുവാ? ടാൻ എ എന്തുവായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്. പഠിച്ചല്ലോ. അപ്പോൾ ടാൻ എ നമുക്ക് നോക്കിയേ, ടാൻ എ ഓപ്പോസിറ്റ് ഏതാണ്? ഇതാണ് അല്ലേ? ബി സി. സോ ബി സി ബൈ എന്തുവാണ് അഡ്ജസ്റ്റന്റ് ഏതാ? എ ബി. സോ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാ? ബി സി 3 ബൈ എ ബി എന്ന് പറഞ്ഞാൽ √7 അല്ലേ? ഇതാണ് നെക്സ്റ്റ് ആൻസർ. അപ്പം നമുക്ക് എടുത്ത് വേണമെങ്കിൽ എഴുതാം. എന്താ വെച്ചാൽ കോസ് എ എന്ന് പറയുന്നത് √7/4 എന്നും ടാൻ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 3/√7 എന്നും കിട്ടി. ഇത്രയുമാണ് സംഭവം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ? ആ ഓക്കെ. ഞാൻ കുറേ നേരമായിട്ട് ക്യാമറയിലോട്ട് നോക്കുന്നില്ല, എന്നാലും ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്തേക്കുക. നീ നോക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക്? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനെ കാണാം. സോ അടുത്ത ക്വസ്റ്റിനും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക, വീഡിയോ കാണുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റേ പറയാവൂ കേട്ടാ? ഓക്കെ. താങ്ക് യു. ബൈ.